നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. എല്ലാവരും ഓൾറെഡി അറിഞ്ഞു. പ്രധാനപ്പെട്ട നമ്മൾ ഈ മാസം തന്നെ അപേക്ഷിച്ച് തീർന്ന പ്രധാനപ്പെട്ട 2 പോസ്റ്റ്, ഒന്ന് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറും പിന്നെ ഒന്ന് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് SC/STക്ക് ഒരു വേക്കൻസിയുമായിട്ട് വലിയ സാലറി സ്കെയിൽ ഉള്ളതാണ്. അപ്പൊ ഈ 2 എണ്ണത്തിന്റെയും എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ജനുവരി മാസം 1 17-ാം തീയതിയും 1 24 ഇത് 17-ാം തീയതിയും പ്രിസണർ ഓഫീസറിൻ്റെത് 24-ാം തീയതിയുമാണ്. അതായത് നമ്മൾ അപേക്ഷിച്ച് ജസ്റ്റ് ആ അപേക്ഷ ക്ലോസ് ആയിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. സാധാരണ ഒരു 6 മാസമെങ്കിലും നമുക്ക് സമയം കിട്ടുന്നതാണ്, പക്ഷെ ഇപ്പം വളരെ സ്പീഡിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പം ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഉടനെ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറും വിളിക്കുന്നുണ്ട്. ഇത് ഫീമെയിൽ ആണ്. അപ്പൊ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ചരിത്രം, ഭൂമിശാസ്ത്രം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്ക് ഉൾപ്പെടുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് പഠിച്ചു തുടങ്ങുക. ഞാൻ ഏകദേശം ഈ സൈക്കോളജി പോർഷൻസ് നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ് നമ്മൾ തരുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമയം അനുസരിച്ച് ഞാൻ ഇട്ടുകൊണ്ടിരിക്കാം, നിങ്ങൾ കണ്ടുപോവുക. ഇനി കുറെ പേര് ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഇതിന്റെ സിലബസ് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. സിലബസ് മിക്കവാറും ആ ഡേറ്റിന്റെ കൂടെ, അതായത് ജനുവരി മാസത്തെ കലണ്ടർ PSC ഇടാൻ പോകുന്നതേ ഉള്ളൂ. ആ കലണ്ടറിൽ മാത്രമേ സിലബസ് അപ്ഡേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സിലബസ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നവർക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ ഉറപ്പായിട്ടും സിലബസിനകത്ത് ഉണ്ടാവും. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസിലെ മിക്ക കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ പഠിച്ചു തുടങ്ങിക്കോളുക. ഓക്കെ. ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഒരു സ്പെഷ്യൽ ടോപ്പിക്സിന് സാധ്യത വളരെ കൂടുതലാണ്. അത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. സബ് ഇൻസ്പെക്ടറിന്റെ പോലത്തെ സ്പെഷ്യൽ ടോപ്പിക്സ് ചോദിക്കുമോന്നോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ആയതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് പോലെ, അസിസ്റ്റന്റ് പോലെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് ചോദിക്കുമോന്നോ നമുക്ക് അറിയില്ല. ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ലാതെ വരാനും മതി. എന്തായാലും നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെയും സിലബസ് വെച്ചിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ എത്രയും പെട്ടെന്ന് സിലബസ് വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ മിക്ക എക്സാംസിന്റെയും അപേക്ഷ തീരുന്ന മുറയ്ക്ക് പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അപേക്ഷിച്ചിട്ടിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എല്ലാം അപേക്ഷിച്ചിട്ടിരിക്കുന്നവര് ഒട്ടും അമാന്തം ഒന്നും വേണ്ട. ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിലേ കാണുമെന്ന് നമ്മുടെ പ്രതീക്ഷയാണ്. ഇൻ കേസ് നേരത്തെ വന്നാലും നമ്മൾ എഴുതാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊക്കെ പഠിച്ചു തുടങ്ങാം. സമയം ഒട്ടും വിട്ടുകളയണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.